നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ആണ്. ഒരു ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിൾ ഒന്ന് നേരെ വരയ്ക്കാം. നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, ഈ ആംഗിൾ മെഷർമെൻറ്റ് 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇത് നമുക്ക് 2 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇവിടെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. നമുക്ക് തന്നേക്കണ ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഇത് മൊത്തം ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇവിടെ നോക്കുക, ഈ ലൈനിൻ്റെ നേരെ പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഹൈറ്റ് എച്ച് അല്ലേ, ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ആയിട്ട് എടുക്കാം. കാരണം ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഫോർമുല ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. അപ്പം ബേസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 3 തന്നിട്ടുണ്ട്, 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏരിയ എഴുതാൻ പറ്റും അല്ലേ? ആ എച്ച് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇത് നമ്മളിങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി വരും അല്ലേ? ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളതിനെ ഇതിനെ നമ്മൾ ഹൈപ്പോട്ടനസ് എന്ന് പറയും. ഇത് നമ്മൾ ഇതിൻ്റെ ബേസ് ആയിട്ട് വരും, ഇത് നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് ആയിട്ട് വരും, ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഈ എച്ച് കണ്ടുപിടിക്കാം. ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. ഈ 30 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്ന ഈ എച്ച് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് വരും, ഇത് അഡ്ജസൻറ്റ് സൈഡ് വരും, ഇത് ഹൈപ്പോട്ടനസ് വരും. അപ്പം സൈൻ 30 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. സൈൻ 30 എടുത്താൽ മതി അല്ലേ? അപ്പം സൈൻ 30 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് വരും. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് നമ്മൾ എന്തായിട്ട് എടുത്തേക്കണം? എച്ച് ആയിട്ടല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് എച്ച് എന്ന് കൊടുത്തു. ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ എന്താ? 2 സെൻറ്റിമീറ്റർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഈ സൈൻ 30ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പം ഈ 2 ഇക്വേഷൻ്റെ അപ്പുറം ഇപ്പുറം ഒരുപോലെ കിടക്കുമ്പോൾ വേറെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് അതിനെ വെട്ടിക്കളയാം. അപ്പം എച്ച് ഈക്വൽ ടു നമുക്ക് 1 കിട്ടി. ഹൈറ്റ് എത്ര കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഹൈറ്റ് 1 കിട്ടി. അപ്പോൾ നമ്മുടെ ഏരിയയുടെ ഇക്വേഷനിലേക്ക് കൊടുത്താൽ പോരെ? അപ്പോൾ ഏരിയ ഈക്വൽ ടു ഹാഫ് ബി ഇൻറ്റു എച്ച് ആണ്. അപ്പോൾ ഹാഫ് അങ്ങനെ തന്നെ വരും. ബി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയേക്കണം 3 സെൻറ്റിമീറ്റർ, ബേസ് എന്ന് പറഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ, എച്ച് എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഏരിയ 1.5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത്.